ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരി, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെ ദൈവം പരീക്ഷിച്ച കഥയാണ്. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അബ്രാഹത്തോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രാഹത്തിന്റെ ഏക മകനായ ഇസ്ഹാക്കില്ലേ, ആ മകന് ദൈവത്തിന്റെ ബലി കഴിക്കണമെന്ന്. അതും ദഹനബലി. ദഹനബലി എന്താന്ന് നിങ്ങൾക്കറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ച് അതിന്റെ മേൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിനുമേൽ ആടിനെ കിടത്തി തീ കൊളുത്തി ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ദഹനബലി. ഏകമകനെ ദഹനബലി കഴിക്കണം എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന് എന്ത് വിഷമം ഉണ്ടാവുമല്ലേ? പക്ഷേ അബ്രാഹം ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് തന്റെ കഴുതയെയും 2 വേൽക്കാരെയും തന്റെ മകൻ ഇസ്ഹാക്കിനുമായി ബലിക്കുള്ള വിറകുകളുമായി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഇസ്ഹാക്ക് അബ്രാഹത്തെ വിളിച്ചു. അപ്പാ അപ്പാ, എന്താ മകനെ? ബലിക്കുള്ള കത്തിയും വിറകും ഉണ്ടല്ലോ, പക്ഷെ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രാഹം പറഞ്ഞു, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കല്ലക്കി കൂട്ടി വെച്ച് അതിന്റെ മേൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിനുമേൽ ഇസ്ഹാക്കിനെ ബന്ധിച്ച് കിടത്തി. പാവ ഇസ്ഹാക്ക് സത്യം മനസ്സിലായി, തന്നെയാണ് ബലി കഴിക്കാൻ പോകുന്നത്. അബ്രാഹാം കത്തിയെടുത്ത് ഇസ്ഹാക്കിനെ വെട്ടാനായി ഉയർത്തി. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ വന്ന് അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹാം, അബ്രാഹാം, നീ നിന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഇസ്ഹാക്കിന്റെ മേൽ കൈകൾ വെക്കരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏക മകൻ ഇസ്ഹാക്കിന്റെ ദൈവത്തിന്റെ ബലി കഴിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. അബ്രാഹാം ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടു. മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടീനെ അബ്രാഹാം കണ്ട്. പെട്ടെന്ന് ഇസ്ഹാക്കിന്റെ കെട്ടുകൾ അഴിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ഇസ്ഹാക്കിന് പകരം ആ കുഞ്ഞാടിന്റെ ദൈവത്തിന്റെ ബലി കഴിച്ചു. അങ്ങനെ അബ്രാഹാം ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പോഴൊക്കെ അബ്രാഹത്തെ പോലെ വാക്കുകളിലും പ്രവൃത്തിയിലും ദൈവത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അബ്രാഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. നന്ദി.